ഗം ഗണപതയേ നമഃ. ഓം ശ്രീ സുബ്രഹ്മണ്യായ നമഃ. ഓം ശ്രീ സൂര്യാദി സർവഗ്രഹേഭ്യോ നമഃ. എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്വമസി ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് മെയ് മാസം 14 ഉള്ള വ്യാഴത്തിൻ്റെ രാശിമാറ്റം ഈ മീനം രാശിക്കാർക്ക് എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ തരിക എന്ന് നോക്കാം. പൂരിട്ടാതി, കാല, ഉത്രട്ടാതി, രേവതി ഈ 3 നക്ഷത്രങ്ങളാണ് മീനം രാശിയിലുള്ളത്. ഇവർക്കിപ്പോൾ വ്യാഴം വളരെ ദോഷപ്രദനായിട്ടാണ് സഞ്ചരിക്കുക. എല്ലായിടത്തും ഉപദ്രവം ഉണ്ടാകുക, തൊഴിലിലൊക്കെ കുഴപ്പമുണ്ടാകുക, സ്ഥാന നഷ്ടം ഉണ്ടാകുക, രോഗം ക്ലേശിപ്പിക്കുക, ശാരീരിക ക്ലേശം ഉണ്ടാകാം, പിതാവ് മൂലമോ ഒക്കെ ക്ലേശം ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. പിതൃബന്ധുക്കൾ മൂലം ക്ലേശം ഉണ്ടാകാം, ജോലിയൊക്കെ നഷ്ടപ്പെടാം, അതിനൊക്കെ സാധ്യതയുള്ള സമയമാണ്. വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. ബന്ധുക്കളുമായിട്ടൊക്കെ ചില അഭിപ്രായ വ്യത്യാസം, വഴക്ക് തുടങ്ങിയ ദോഷഫലങ്ങൾക്കൊക്കെ സാധ്യതയുള്ള സമയമാണ്. അപ്പോൾ എന്നും വിഷ്ണു സഹസ്രനാമം ജപിക്കേണ്ടത് അത്യാവശ്യമാണ്. അത് ചെയ്യുക. കൂടെ സഹസ്രനാമ അർച്ചന വിഷ്ണു ക്ഷേത്രങ്ങളിൽ ചെയ്യുക. ദോഷങ്ങളെ കുറഞ്ഞു കിട്ടും. ഇത് മെയ് മാസം 14 വരെ ഉള്ള സമയമാണ്. മെയ് മാസം 14 ഉള്ള വ്യാഴം രാശിമാറ്റം അത് 4-ാം ഭാവത്തിലോട്ട് മാറുകയാണ്. അത്ര തന്നെ അനുകൂലമല്ല. പക്ഷേ ഈ 3-ലെ വ്യാഴത്തിനെക്കാട്ടി വളരെയേറെ നല്ലത് തന്നെയാണ്, ഭേദപ്രദമാണ്. എങ്കിലും ധനക്ലേശത്തിനൊക്കെ സാധ്യതയുണ്ട്. പൊതുവെ ഉപദ്രവങ്ങളുണ്ടാകാം, ദൂരയാത്രയൊക്കെ ചെയ്യേണ്ടി വരാം, ചിലയിടത്തൊക്കെ അപമാനമൊക്കെ സഹിക്കേണ്ടി വരുന്നതിന് സാധ്യതയുണ്ട്. അധിക ചിലവുകൾ, പിന്നെ വീടോ ഭൂമിയോ ഒക്കെ വാങ്ങുന്നതിന് സാധ്യതയുള്ള സമയമാണ്. മാതാവിന് വേണ്ടിയും അധികമായിട്ടുള്ള ധനച്ചെലവുണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. അപ്പോൾ ഈ മെയ് മാസം 14 ശേഷം ഈ ഫലങ്ങളാണ്. ഇത് പക്ഷേ ഒക്ടോബർ 18 വരെ ഈ ഫലങ്ങളുണ്ടാകുകയുള്ളൂ. എന്നാൽ ഒക്ടോബർ 18 വ്യാഴം 5-ാം ഭാവത്തിലോട്ട് മാറുന്നതാണ്. അത് വളരെയേറെ നല്ല ഫലങ്ങൾ തരുന്നതാണ്. അപ്രതീക്ഷിതമായിട്ടുള്ള ധനനേട്ടം ഉണ്ടാകാം, സന്താനഭാഗ്യം ഉണ്ടാകാം, സർക്കാർ ആനുകൂല്യം ഉണ്ടാകാം, സ്ഥാനലാഭങ്ങൾ, സന്താനങ്ങൾ കാരണമായിട്ട് പല നേട്ടങ്ങളെ, സന്തോഷം ഉണ്ടാകൽ, സന്താനങ്ങളുടെ വിവാഹം, ജോലി, വിദ്യാഭ്യാസം ഇതൊക്കെ അനുകൂലമായിട്ട് വരിക, ഭാഗ്യാനുകൂല്യം ഉണ്ടാവുക, വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനൊക്കെ അനുകൂലമായിട്ടുള്ള സമയമാണ്. പൊതുവെ മനസമാധാനം, സന്തോഷം ഒക്കെ ലഭിക്കുന്നതാണ്. അപ്പോൾ ഒക്ടോബർ 18 ശേഷം ആണ് ഈ ഫലങ്ങളൊക്കെ ലഭിക്കുക. അപ്പോൾ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ, അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ലോക സമസ്ത സുഖിനോ ഭവന്തു. ശുഭമസ്തു. ഓ